ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 37-ഉം 38-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്. വിശ്വാസവീരന്മാർ പഴയ നിയമകാലത്ത് വിശുദ്ധന്മാരായും വിശ്വാസികളായും ജീവിച്ച് ഓട്ടമോടി തികച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിയതായ വിശ്വാസവീരന്മാർ. അവരെക്കുറിച്ച് പറഞ്ഞു വന്നു വരുമ്പോൾ അവർക്ക് കഷ്ടത സഹിക്കേണ്ടി വന്നു, ദുരിതമേൽക്കേണ്ടി വന്നു, യാതനകൾ സഹിക്കേണ്ടി വന്നു. അനേകം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി. അവരെ ഉഴന്നു വലഞ്ഞവരാണ്. കാടുകളിലും മലപ്പാറകളുടെ ഗുഹകളിലും വിള്ളലുകളിലും ഒളിച്ചിരുന്ന്
ജീവിതത്തിൽ ഏറെയേറെ കഷ്ടതകൾ സഹിച്ചവരാണ് എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, അവർ കല്ലെറിയേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ട് ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോത്തിന് ലോകം യോഗ്യമായി തോന്നി. അബ്രഹാം മുഴുവനായി വിട്ടുകൊടുക്കാൻ തയ്യാറായി. ലോത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായി. തിരഞ്ഞെടുത്ത് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ലോത്തിന് കൊടുത്തു. എന്നാൽ ലോത്ത് നോക്കി യോർദാന്യരികളുടെ പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. ലോത്ത് ലോകം യോഗ്യമായി കരുതി. അബ്രഹാം ലോകം യോഗ്യമല്ല എന്ന് കരുതി. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം ഇവിടെ സമ്പന്നൻ തന്നെയാണ്. പക്ഷേ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, കൂടാരങ്ങളിൽ പാർക്കുകയാണ്. കൂടാരവാസിയാണ് ഞാനിവിടെ പരദേശിയാണ്, താൽക്കാലിക വാസമാണ് ഇവിടെ. ദൈവം എപ്പോൾ എന്നോട് പോകാൻ പറയുന്നുവോ അപ്പോൾ ഇറങ്ങിപ്പോകും. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം. എൻ്റെ സഹോദരങ്ങളെ, അതിനുവേണ്ടി അബ്രഹാം കാത്തിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ഭൂപ്രദേശ ഭംഗിയല്ല, ഇവിടുത്തെ സ്വത്തല്ല, ഇവിടുത്തെ അഭ്യാസികളല്ല. 300 പേരുടെ അഭ്യാസികളുണ്ട്, അതൊന്നുമല്ല. അബ്രഹാമിൻ്റെ വിലപ്പെട്ട സ്വത്ത് എന്താണ്? ദൈവം അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം എനിക്ക് വേണ്ടി പണിതിരിക്കുന്നു. ദൈവ ശില്പിയായി നിർമ്മിച്ചതാണത്. ദൈവം തന്നെയാണ് ആർക്കിടെക്റ്റ്, ദൈവം തന്നെയാണ് ശില്പി. അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം, ഒരിക്കലിളകാത്ത അടിസ്ഥാനം, ഒരിക്കലിളകാത്ത പാറ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, ഒരിക്കലിളകാത്തൊരു പാറയിലാണ് നമുക്ക് പിടുത്തം കിട്ടിയിരിക്കുന്നത്. ഒരിക്കലിളകാത്തൊരു പാറയിലാണ് നാം കാലൂന്ന് നിൽക്കുന്നത്. ഇവിടെയുള്ള പാറകളെല്ലാം ഇളകും, ഇവിടെയുള്ള കൊമ്പുകളെല്ലാം ഒടിയും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈശായിയുടെ കൊമ്പ് ഒടിഞ്ഞു പോവുകയില്ല, ദാവീദിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോവുകയില്ല. ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രവുമായവൻ, അവൻ തളർന്ന് വീഴുകയില്ല. ദൈവജനമേ, അവനിലാണ് നമ്മുടെ ഉറപ്പ്. ക്രിസ്തുവിലാണ് നമ്മുടെ വേരോടിയിരിക്കുന്നത്. അവിടെയാണ് നാം ദൃഢമായി നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലാണ് വേരൂന്നിയിരിക്കുന്നത്. അവിടെയാണ് നാം ദൃഢമായൊരു അടിസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരത്തിനായി കാത്തിരുന്നു. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി കണ്ടു. അടുത്ത് ലോത്ത് അത് തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യവും 14-ാം അധ്യായം 12-ാം വാക്യവും വായിക്കാം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. അബ്രഹാം ദൈവം നിർദ്ദേശിച്ച സ്ഥലത്ത് പാർത്തു. അബ്രഹാം ദൈവം നിർദ്ദേശം കൊടുത്തതായ സ്ഥലത്ത് കനാൻ ദേശത്ത് പാർത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോത്തോ ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. ലോത്ത് പിരിഞ്ഞു പോയിട്ട് 1 നോക്കി, 2 തിരഞ്ഞെടുത്തു, 3 പാർത്തു. പടിപടിയായിട്ട് നീങ്ങുകയാണ്. തിരഞ്ഞെടുത്തു, അത് കഴിഞ്ഞ് 3-ാമത്തെ കാര്യം പാർത്തു. ലോത്ത് അവിടെ താമസിച്ചു. അവിടെ ശരിക്കും കുറ്റിയടിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായി നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ആ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഞാൻ. ഇതിവിടെ കൂടാരവാസിയാണ്. ലോത്ത് അങ്ങനെയല്ല. ലോത്ത് അവിടെ പാർത്തു. ദൈവത്തിന് സ്തോത്രം. അനേകരിന്ന് അരുതാത്ത സ്ഥലങ്ങളിൽ പാർക്കുകയാണ്. ഞാൻ സ്ഥലമെന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തെ ആ പ്ലേസ് അതല്ല ഉദ്ദേശിച്ചത്. സ്ഥലമെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ അനേകർ ഇന്ന് തറ്റ് നിൽക്കുകയാണ്. വേണ്ട എന്ന് ചിലപ്പോൾ അന്ധക്കരണം ഉപദേശിക്കുന്നുണ്ട്, മനസാക്ഷി ഹേമിക്കുന്നുണ്ട്, വേണ്ട, പക്ഷേ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എനിക്ക് പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് വിടാൻ പറ്റുന്നില്ല, ഞാൻ എന്തു ചെയ്യും?
സ്നേഹിത, നിന്നോട് പറയട്ടെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ വിഷമിക്കണ്ട. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നീ ആവശ്യക്കാരനാണെങ്കിൽ നിനക്ക് സാധിക്കുക തന്നെ ചെയ്യും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മോളെ, നീ ആവശ്യക്കാരിയാണെങ്കിൽ നിനക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. സംശയിക്കേണ്ട, അത് നിനക്ക് കഴിയും. കാരണം എന്തുകൊണ്ട്? എനിക്ക് അസാധ്യമാണെങ്കിലും എനിക്ക് സാധ്യമാക്കി തരുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ആ ഉറപ്പ് വരണം. എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്, എന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് ഇനി നിനക്ക് തോന്നിയതുപോലെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവനല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകാത്തവൻ അന്ത്യത്തോളം കൂടെ ഇരിക്കും. ഒന്നേ വേണ്ടൂ, മനസ്സറിഞ്ഞൊരു തിന്മയിലേക്ക് ഞാൻ ഇല്ല എന്നുള്ള നിർബന്ധമായ ശാഠ്യബുദ്ധിയോടുകൂടി നീ ദൃഢമായ പ്രതിജ്ഞയിൽ നിന്നാൽ ദൈവം നിനക്കുള്ള കൃപ തരും. നീ ആവശ്യക്കാരനാണെങ്കിൽ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കും. ജയജീവിതം നിനക്ക് തരും. ചിന്തകളുടെ മേൽ ജയം കിട്ടുന്നില്ല, എൻ്റെ വിചാരങ്ങളുടെ മേൽ ജയം കിട്ടുന്നില്ല, വികാരങ്ങളുടെ മേൽ ജയം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, തല മുഴുവനും ദീനം, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. എന്താ ഈ തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗം? തല മുഴുവൻ ദീനം എന്ന് പറയുന്നത് ചിന്താമണ്ഡലം മുഴുവൻ അശുദ്ധിയാണ്. ചിന്താമണ്ഡലം മുഴുവൻ ആത്മാവിൻ്റെ രോഗം ബാധിച്ചിരിക്കുകയാണ്. അല്ലാതെ തലയെല്ലാം ചിരങ്ങും ചൊറിയുണ്ടെന്നല്ല പറഞ്ഞത്. തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളിലും മോഹങ്ങളിലും വികാരങ്ങളിലും പാപം. ചിന്തയിൽ പാപം, വികാരത്തിൽ പാപം, വിചാരത്തിലും വികാരത്തിലും പാപം. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മനുഷ്യൻ്റെ അവസ്ഥയാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ നാവിൽ കൂടി ദൈവം തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളാതൻ്റെ ഉടയവനെയും കഴുതാതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടിയോ? ഗലയാദിൽ സുഗന്ധ തൈലമുണ്ട്, അവിടെ സുഗന്ധ കുഴമ്പുണ്ട്. ഗലയാദിൽ വൈദ്യനില്ലയോ? അവിടെ സുഗന്ധ തൈലമില്ലയോ? എൻ്റെ ജനത്തിന് പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത് എന്ന് യിരെമ്യാവ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഗിലയാദിൽ വൈദ്യനില്ലയോ? അവിടെ സുഗന്ധ തൈലമില്ലയോ? എൻ്റെ ജനത്തിന് പുത്രിക്ക് രോഗശമനം കിട്ടേണ്ടതല്ലേ? എൻ്റെ ജനത്തിന് പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ദൈവജനമേ, നിങ്ങൾക്ക് ആത്മാവിൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടണമോ? തല മുഴുവനുള്ളതായ ദീനവും ഹൃദയം മുഴുവനുള്ളതായ രോഗവും വിചാരത്തിലും വികാരത്തിലുള്ളതായ പാപങ്ങൾ മാറിക്കിട്ടണമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ജീവനുള്ള ക്രിസ്തുവിനോട് നിങ്ങൾ പറയൂ, കർത്താവേ, എനിക്കൊരു ജയജീവിതം വേണം. എൻ്റെ യേശുവേ, എനിക്കൊരു ജയജീവിതം തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ, എനിക്കൊരു ജയജീവിതം തരണമേ. പഠിക്കാൻ കോളേജിലേക്ക് ഹോസ്റ്റലിലേക്ക് പോയ ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ജയജീവിതം എന്ന പുസ്തകം ഒന്ന് കൂടെ കരുതിക്കോ, അത് കൊണ്ടുപോയി വായിച്ചോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് മടുക്കുമ്പോൾ ഈ പുസ്തകം എടുത്ത് വായിക്കുക. ജയജീവിതം, വിശ്വാസ ജീവിതം എന്നുള്ള പുസ്തകവും കയ്യിലിരിക്കട്ടെ. 2 പുസ്തകവും അവൾ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടല്ലോ ജയജീവിതം വിശ്വാസ ജീവിതവും കൂടെ കൂടെ വായിക്കണമെന്ന്. ജയജീവിതം പുസ്തകം വായിക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷേ ജയജീവിതം കിട്ടുന്നുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. ജയജീവിതം പ്രാപിക്കണം. എങ്ങനെ സാധിക്കും? സാധിക്കുമോ?
ഈ ലോകത്ത് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അനേകർക്ക് സാധിക്കുന്നില്ല എൻ്റെ കർത്താവേ. എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായി നീ എന്നെ നിർത്തണം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുന്നിൽ ജയജീവിതം അനുഭവിക്കുന്ന ഒരു കർത്തൃദാസനായി നീ എന്നെ നിർത്തണം. ലോകത്തിൻ്റെ മുന്നിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാത്ത ഒരു ദൈവവൈതലായി നീ എന്നെ നിർത്തണം. സ്തോത്രം. എന്നാൽ അവൻ ഞെക്കി കഴുകിത്തരും, അവൻ വെച്ച് കെട്ടിത്തരും, അവൻ പരുക്ക് മാറ്റിത്തരും. സ്തോത്രം. പിതാക്കന്മാർ പണ്ട് പാടിയില്ലേ? ഒന്ന് പാടാം. നോക്കണമെൻ ദുരിതം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം. ഔഷധഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കും നൂനം. നിശ്ചയമായി സുഖമേൽക്കും. അതേ പോകുമ്പോഴുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുമാത്രമേ മാർഗമുള്ളൂ. അവൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ തോൽവിയുടെ പാണ്ണക്കെട്ടും പേറിക്കൊണ്ട് വരിക. ഹല്ലേലൂയ. നിങ്ങളുടെ പരാജയത്തിൻ്റെ വലിയ വലിയ ചുമടുകളും പേറിക്കൊണ്ട് നിങ്ങൾ വരിക. അതെല്ലാം നാളെ നാഥ, ഇതുവരെയും പരാജയപ്പെട്ട ജീവിതം, തോൽവി അടഞ്ഞ ജീവിതം, പാപത്തിൻ്റെ മുന്നിൽ തോറ്റ് ഓടിപ്പോയ ജീവിതം, കർത്താവെ പാപത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട് എൻ്റെ കർത്താവെ സുല്ല് പറഞ്ഞ ജീവിതം, സാധിക്കില്ല, എന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് പലപ്പോഴും നിരാശപ്പെട്ട ജീവിതം, കർത്താവെ ഞാൻ ഈ നിസ്സാരമായ ആയുസ്, ഇനിയുള്ള കാലം നല്ല വൈദ്യനായുള്ളവേ നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ തരികയാണ്. എൻ്റെ ചിന്തകളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ വിചാരങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ വികാരങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ അവയവങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ ആന്തരാവയവങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം, എൻ്റെ ബാഹ്യാവയവങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം. കർത്താവെ, ജയ് ജീവിതത്തിൻ്റെ സൗഖ്യം നീ എനിക്ക് തരണം. നീ ജയം തരാനാണ് നീ പരാജിതനെ പോലെ കുരിശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. നല്ല വൈദ്യനായുള്ളവേ, നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കും നൂനം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇതിനു മുമ്പാകെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തെ അറപ്പോടെ വെറുപ്പോടെ ഉപേക്ഷിച്ചുകൊണ്ട് അഴുക്കായത് എന്തെല്ലാം നിങ്ങളുണ്ട് എന്ന് കണ്ടെത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്ന് അഭയപ്പെട്ടാൽ ക്രിസ്തു നിങ്ങൾക്ക് ജയം തരുമെന്നുള്ളത് നിശ്ചയമാണ്. നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ, നിശ്ചയമാണ്. നിങ്ങൾക്ക് ജയശാലികളാകാം, ജയവീരന്മാരാകാം, നിങ്ങൾക്ക് ജേതാക്കളാകാം. തലമുറയിലെ വെല്ലുവിളി ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ദീപസ്തംഭമായി നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാം. നക്ഷത്രം പോലെ ശോഭിക്കാം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ നക്ഷത്രങ്ങളായി നിങ്ങൾക്ക് തിളങ്ങാം. ഈ ആത്മീയ നഭോവീതിയിലെ ശോഭായമാനമായ നക്ഷത്രങ്ങളായി നിങ്ങൾക്ക് വിളങ്ങാം, നിങ്ങൾക്ക് പ്രശോഭിക്കാം, നിങ്ങൾക്ക് ദൈവത്തെ മഹത്വം കരയറ്റാം. അങ്ങനെ നിങ്ങൾക്ക് സ്തുതി ആരംഭിക്കാം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കയറ്റുവാൻ നിങ്ങൾ യോഗ്യരായിത്തീരും. ഗലയാതിൽ വൈദ്യനുണ്ടല്ലോ, അവിടെ സ്വന്തം തൈലമുണ്ടല്ലോ. എൻ്റെ ജനത്തിന് പുത്രിക്ക് ഇനിയും രോഗശമനം വരാതിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, കരുണയുള്ള കർത്താവ് കൃപയാൽ നമ്മെ പയ്യെ പയ്യെ പാപത്തിൽ നിന്ന് കരയറ്റാൻ അവൻ അധ്വാനിക്കുകയാണ്. ഓ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം ഞാൻ ചിലപ്പോഴെല്ലായിരുന്നു ഓർക്കും. കർത്താവ് ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നത് എങ്ങനെയെല്ലാമാണ് അധ്വാനിക്കുന്നത്? യാതനകളിൽ കൂടി, പ്രശ്നങ്ങളിൽ കൂടി, മനുഷ്യരുടെ തെറ്റായ കിംവദന്തികളിൽ കൂടി. കർത്താവ് ഏതെല്ലാം എങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ അധ്വാനം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സ്നേഹത്തിൻ്റെ അധ്വാനമാണ്. ജീവിതത്തിൽ രോഗം വരുന്നത്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് എല്ലാം ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി, തേച്ച് മിനുക്കി രൂപാന്തരപ്പെടുത്തി, നമ്മെ നല്ല മിനുസപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല തിളക്കമുള്ള വജ്രശോഭയുള്ള കല്ലുകളാക്കി മാറ്റാനുള്ള യത്നമാണ് പ്രിയപ്പെട്ടവരെ. ഈ കല്ലിലേക്ക് നോക്കുമ്പോൾ ഇതാ ക്രിസ്തുവിൻ്റെ മുഖം പ്രതിബിംബിക്കത്തക്കവണ്ണം നാം തേജസ്സുള്ളവരായി മാറുകയാണ്. എങ്ങനെ സാധിക്കും? ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ അരികത്ത് നിൽക്കുകയാണ്.
അതാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും ആത്മാവ് നിങ്ങൾക്ക് തരുന്നതാണ്. ആത്മാവിൻ്റെ അധ്വാനം തീയിൽ ശോധന കഴിക്കുന്ന പൊന്നേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോസ്തലനായ പത്രോസ് അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ഊതിക്കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതാണ് എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നറിഞ്ഞ് നിങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിച്ചു കൊള്ളുവീൻ പ്രിയപ്പെട്ടവരെ. അതാണ്, ഇവിടെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം. പാവം ലോത്തിന് ലോകത്തിൻ്റെ മോദങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനാണ് തോന്നിയത്. അവൻ അവിടെ ചെന്ന് പാർത്തു. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ കാര്യം എന്താണ്? അവൻ അവിടെ പാർത്തു മാത്രമല്ല. 13 അധ്യായം 12 വാക്യവും 14 അധ്യായം 12 വാക്യം വായിക്കാം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. പിന്നെ സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഒരിടത്ത് നല്ലോണം കാലൂന്നി നിന്നിട്ട് പയ്യെ കൂടാരം നീക്കി അടിക്കുകയാണ്. അപ്പോൾ ലോത്തിനും പറയാം, ഞാനും കൂടാരത്തിൽ തന്നെയാണ് വസിക്കുന്നത്. അബ്രഹാം കൂടാരത്തിൽ വസിക്കുന്നു, ഞാനും കൂടാരത്തിൽ വസിക്കുന്നു. അബ്രഹാം കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ഇങ്ങനെ ഏതോ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു പറയുന്നു. ഞാനും അങ്ങനെ കാത്തിരിക്കുകയല്ലേ, ഞാനും കാത്തിരിപ്പിലല്ലേ. ദൈവ പൈതലേ, എന്താണ് കാത്തിരിപ്പ്? നിൻ്റെ കാത്തിരിപ്പത്തിലാണ്, നിൻ്റെ പ്രാർത്ഥന ഏതിലാണ്, നിൻ്റെ ലക്ഷ്യം എന്താണ്, നിൻ്റെ ലാക്ക് എന്താണ്? ലോത്ത് കൂടാരം നീക്കി സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ദൈവത്തിന് സ്തോത്രം. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സ്നേഹിത, നീ അറിയുന്നില്ല, നശിക്കാൻ പോകുന്ന നാട്ടിലേക്ക് നീ കൂടാരം നീക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശയോഗ്യമായ പ്രതലത്തിലേക്ക് നിൻ്റെ കൂടാരം നീക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശയോഗ്യമായ സാഹചര്യങ്ങളിലേക്ക് നീ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാര്യമല്ല, നീ നാളെ ഒരു ദിവസം ഏറ്റവും ഹീനമായ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേ, നീ ഇപ്പോൾ അറിയുന്നില്ല അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന്. ഓരോ ചുവട്ടടിയും വയ്ക്കുന്നത് ഭീകരമായ പടുകുഴിയിലേക്കാണെന്ന് നീ അറിയുന്നില്ല. മോളെ, നീ അറിയുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ ഇന്നുള്ളതായ അനേകം പാവങ്ങൾ നിനക്ക് വന്നിട്ടും ഒന്നും ഗവനിക്കാതെ പേടിക്കാനില്ല, സാരമില്ല, കൂട്ടായ്മയിൽ വന്നാൽ മതി എന്നൊക്കെ ധരിച്ച് നീ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്നറിയാമോ? നീ അറിയാതെ നീയെ കൂടാരം നീക്കി അടിച്ച് അത്യനർത്ഥത്തിലേക്ക്, അത്യാഹിതത്തിലേക്ക്, അത്യാപത്തിലേക്ക്, ഏറ്റവും കഠോരമായ വിപത്തിലേക്ക് നീ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോത്ത് കൂടാരം നീക്കി അടിച്ചു. 1 നോക്കി, 2 തിരഞ്ഞെടുത്തു, 3 പാർത്തു, 4 കൂടാരം നീക്കി അടിച്ചു. 5-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. 14 അധ്യായം 12 വാക്യം കൊണ്ട് വായിക്കാം. 14 അധ്യായം 12 വാക്യം. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്ത്. ആ ലോത്ത് അവിടെ എന്തായി തീർന്നു? 19 അധ്യായം 1 വാക്യം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുന്ന ഒരു ചീഫ്റ്റനായി മാറി, അവിടുത്തെ ഒരു ജനനേതാവായി മാറി. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടുകാരുടെ എല്ലാം ഒരു മേലാളനായി മാറി. ഗോപുരവാതിക്കൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അവിടെ സോദോമിലെ ഒരു പ്രധാനിയായി മാറി, ഒരു പ്രമാണിയായി മാറി. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ പ്രമാണിത്വം വേണ്ട, ലോകത്തിൻ്റെ ബഹുമതി വേണ്ട, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ട, ലോകത്തിൻ്റെ പ്രത്യേകമായ ആദരവുകൾ വേണ്ട. പറയാൻ എളുപ്പമാണ്, വേണ്ട എന്ന് പറയാം. പാടാൻ എളുപ്പമാണല്ലോ, വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി. നാം പാടില്ലേ? വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി. നാം പാടും. പണ്ടൊരിക്കൽ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ അവിടെ വേദപുസ്തകം താഴെ വെച്ചിട്ട് ഞാനിരുന്ന് കരഞ്ഞു. കർത്താവേ, ഞാൻ പാടി വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതിയെന്ന്. അങ്ങനെ പാടിയത് എനിക്കിപ്പോൾ അനുഭവമല്ലല്ലോ കർത്താവേ. ലോകത്തിലേക്ക് ആകർഷണമുണ്ടല്ലോ, ലോകര് എന്നെ അപമാനിക്കുമ്പോൾ ദുഃഖം വരുന്നല്ലോ, ആളുകൾ എന്നെ പരിഹസിക്കുമ്പോൾ വേദന വരുന്നല്ലോ. വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ കർത്താവേ. ഞാനിപ്പോൾ വീണ്ടും സമർപ്പിക്കുന്നു. കുരിശിൽ മരിച്ച രക്ഷകൻ്റെ പാദപീഠത്തിൽ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടോ? വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി. ലോകത്തിൽ ഏകയാശ്രയം യേശു മാത്രം. അവനാണ് എൻ്റെ ആശ്രയമെന്ന്. മാറായുണ്ട് ഈ മരുവിൽ, എന്നാൽ അവൻ മാറായെ മധുരമാക്കി തരുന്നവനാണ്. ഇതെല്ലാം ഞാൻ പാടി കർത്താവേ, ഇതെനിക്ക് അനുഭവമാക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് വല്ലതും തീരുമാനിക്കാൻ തോന്നുന്നുണ്ടോ? ക്രൂശിലേറി പ്രാണൻ വിട്ടവൻ അവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്.
അവനിതാ നിങ്ങളുടെ നേരെ ആണിപ്പാടുള്ള കരം നീട്ടുന്നുണ്ട്. അവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അവൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ അവനോട് നിങ്ങൾക്ക് പറയാം. എൻ്റെ കർത്താവേ, എനിക്ക് മതിയായി കർത്താവേ. ലോകത്തിൻ്റെ ഇമ്പങ്ങളെല്ലാം, പാപത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം എല്ലാം നരകത്തിൻ്റെ അഗ്നിയിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കർത്താവെ, എനിക്കൊന്ന് മതി. എനിക്ക് യേശു മാനിക്കുന്ന, യേശു സ്നേഹിക്കുന്ന, യേശു പ്രസാദിക്കുന്ന എൻ്റെ യേശുവിന് ഹിതകരമായൊരു ജീവിതം നയിച്ചാൽ മതി. വേറൊന്നും വേണ്ട. ഹല്ലേലൂയ. എൻ്റെ രക്ഷകൻ മാനിക്കുന്ന, സ്വർഗം ആദരിക്കുന്ന, നിത്യതയിൽ പോഴുന്ന ഒരാത്മീയ ജീവിതം മതി, ഒരു ഭക്തി ജീവിതം മതി, ഒരു വിശുദ്ധ ജീവിതം മതി, യേശു വസിക്കുന്നൊരു ജീവിതം മതി. ക്രൂസിൽ മരിച്ചവനെ, ക്രൂസിലല്ല നീ തലയായിക്കേണ്ടത്, നീ എൻ്റെ മാറിലാണ് തലയായിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിലാണ് നീ വാഴേണ്ടത്. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പരാജയപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് ജയശാലിയായി നീ എഴുന്നള്ളി വന്ന് നീ അവിടെ അധിവസിക്കണമേ, നീ അവിടെ ഭരിക്കണമേ, നീ എന്നെ നിയന്ത്രിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ, യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ലോക ഇമ്പം വേണ്ട, യേശുവിൻ്റെ സ്നേഹം മതി. യേശുവേ, ലോകപ്രതാപം വേണ്ട, യേശുവിൻ്റെ സ്നേഹം മതി. യേശുവേ, നീ മാത്രം മതിയാ. യേശുവേ, നീ മാത്രം മതി. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. കുരിശ് നിങ്ങൾ വിനയത്തോടെ പുഞ്ചിരിയോടെ ഏറ്റ് നിങ്ങൾ കുരിശും വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഇന്ന് നിങ്ങൾ സമർപ്പിക്കുവീൻ. നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, ജീവൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ നാഥ, അധരം അടഞ്ഞുപോയവർക്ക് സ്തുതി തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.